സതീശന്റെ ഒരു മനോരമ നുണ ഫേസ്ബുക്ക് എന്തോ റിമൂവ് ചെയ്തതിൽ ഇപ്പോ കുറ്റം പിണറായി വിജയൻ. അല്ലെങ്കിൽ തന്നെ തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ സതീശ നുണകൾ എന്ന പേരിൽ തുടങ്ങിയ പേജ് 3 അദ്ദേഹം ഫേസ്ബുക്കിൽ റിപ്പോർട്ട് ചെയ്യിച്ചും പോലീസിൽ റിപ്പോർട്ട് ചെയ്യിച്ചൊക്കെ പൂട്ടിച്ചതും. അതുപോലെ തന്നെ സംഘികൾക്കെതിരെ വരുന്ന എല്ലാ സ്റ്റോറികളും ഫേസ്ബുക്കുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഇവരുടെ ഒരു നുണ പോലീസ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ റിമൂവ് ചെയ്തു. കാര്യം പെരുന്നുണയാണല്ലോ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഓരോ അവതാരകരെ മടലുപോലെ കൊണ്ടുവന്നിരുത്തിയതിന് ശേഷം അവരുടെ മുന്നിലിരുന്ന് ചോദ്യം ചോദിക്കാൻ അനുവദിക്കാതെ പച്ച നുണകളും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ സതീശനിരുന്ന് കാച്ചി വിടുകയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്തോ ലംഘിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സതീശന്റെ മനോരമ പെരുന്നുണ ഫേസ്ബുക്ക് തന്നെ റിമൂവ് ചെയ്തു. അവർ തന്നെ കേട്ടിട്ട് ലോകത്ത് ഒരിടത്ത് സംഭവിക്കാത്ത കാര്യം സതീശൻ തട്ടിവിട്ടു, ഇയാളൊരു മനുഷ്യനാണോ എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. അതിനാണ് കുറ്റം ഉടനെ പിണറായിയുടെ തലയിൽ കൊണ്ടുവച്ചത്. എന്നിട്ട് ഉടനടി ചോദ്യവുമായി ചെന്നു. പിണറായിയുടെ മറുപടി കേട്ടെ. ഫേസ്ബുക്കിൽ കേരള പോലീസ് ഇടപെട്ട് നീക്കം ചെയ്തു. അതിനൊരു മറുപടി കേരള പോലീസ് പറയുന്നത് കമന്റുകളിൽ സംഘർഷം ഉണ്ടാകുന്ന കമന്റ്സ് എത്തുന്നതാണ്. അത്തരം നടപടി കേരള പോലീസിന്റെ നടപടി ശരിയാണ്? കേരള പോലീസിന്റെ നടപടി എന്തുകൊണ്ടാണ് സ്വീകരിച്ചത് എന്നുള്ളത് എനിക്കറിയുന്ന കാര്യമല്ല. എനിക്കതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വന്നതോടുകൂടി പോലീസ് വകുപ്പ് എന്നത് കൈകാര്യം ചെയ്യുന്ന ആൾ ഞാനാണെന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ അതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധം എനിക്കില്ല. അങ്ങനെ സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഏതെങ്കിലും പോലീസ് മേധാവിയെ കണ്ടാൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. അതാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ഉടനെ അദ്ദേഹം വെറും പിണറായി വിജയൻ എന്ന വ്യക്തിയായി ഒരു കാൻഡിഡേറ്റ് ആയിട്ട് മാറി. അധികാര സ്ഥാനമാനങ്ങളെല്ലാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് നയിക്കുന്നത്. അതിൽ കളക്ടറിനാണ് ചുമതല. ആ നിലയ്ക്ക് വസ്തുത ഇരിക്കുമ്പോഴാണ് സതീശന്റെ സ്റ്റോറി പോലീസ് നീക്കം ചെയ്തതിൽ എന്തോ കുറ്റം പിണറായി ചെയ്തു എന്ന് ആരോപിക്കുന്നത്. വല്ലാത്ത ജാതി നുണ തന്നെ. അതായത് നുണ പറയുക, ആ നുണ ഫേസ്ബുക്കിന് വരെ ദഹിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. പോലീസ് തന്നെ പറഞ്ഞു ഇത്തരം പെരുന്നുണകൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പറയാൻ പാടില്ല. പോലീസ് തന്നെ ഇതിനെ സംബന്ധിച്ച് ചില മുന്നറിയിപ്പുകളൊക്കെ കൊടുത്തിരുന്നു. എന്നിട്ടും സതീശൻ അഭിമുഖമെന്ന പേരിൽ പച്ച നുണയും നട്ടാൽ കുരുക്കാത്ത പെരും കള്ളങ്ങളും പറഞ്ഞാൽ അത് ഫേസ്ബുക്കിന്റെ AI കേട്ടിട്ട് ഉടൻ തന്നെ റിമൂവ് ചെയ്ത് കളയാണ്. പെരും നുണക്കാരനാണ് സതീശൻ എന്ന് AI വരെ തിരിച്ചറിഞ്ഞുകൊണ്ട് നീക്കം ചെയ്യുന്ന കാര്യത്തിന് കുറ്റം പിണറായിയുടെ തലയിൽ കൊണ്ടുവച്ചുകൊണ്ട് അതിന്റെ പേരിൽ സഹതാപം ഇറക്കാനാണ് ശ്രമിച്ചത്. അതിനെയാണ് പിണറായി പുച്ഛിച്ച് തള്ളിക്കളഞ്ഞത്.